ഹലോ ഫ്രണ്ട്സ്, അടുത്ത എപ്പിസോഡിൽ സുസ്മിതയെയും ജഗദീപിനെയും കൂട്ടി സരള ചിറക്കിലേക്ക് എത്തുന്നു. ചിറക്കിലെത്തിയ സരള ജഗദീപിനോടും സുസ്മിതയോടുമായി പറയുന്നു, നമുക്ക് രാമചന്ദ്രന് ഒരു സർപ്രൈസ് കൊടുക്കണ്ടേ. അത് കേട്ടതും ജഗദീപ് കറക്റ്റ് എന്ന് പറഞ്ഞ് കാറിൽ തന്നെ ഇരിക്കുന്നു. സുസ്മിതയും വിളിച്ചുകൊണ്ട് വേഗം തന്നെ സരള ചിറക്കിലേക്ക് കയറി ചെല്ലണം. അകത്തേക്ക് കയറി വരുന്ന അപരിചിതരെ കണ്ട ഉടനെ രാമചന്ദ്രൻ ചാടി എഴുന്നേറ്റതും രാമചന്ദ്രനോട് സരള പറഞ്ഞു, ഈ നിൽക്കുന്ന ആരാന്നറിയാമോ? നിങ്ങളുടെ മകനും ജഗദീപ് കുമാർ രജിസ്റ്റർ വിവാഹം കഴിച്ച സുസ്മിത രാജശേഖരൻ. ആ വാക്ക് കേട്ട ഉടനെ രാമചന്ദ്രൻ മുകളിലേക്ക് നോക്കി എടാ ജഗദീപേ എന്ന് വിളിച്ചു. ആ വിളി കേട്ട് അതിശയപ്പെട്ടുകൊണ്ട് സരളയും സുസ്മിതയും ആ മുകളിലേക്ക് നോക്കുമ്പോ അവിടുന്ന് യഥാർത്ഥത്തിലുള്ള രാമചന്ദ്രന്റെ മകൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. ആ കാഴ്ച കണ്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുന്നു അമ്മയും മകളും. അപ്പോഴാണ് സത്യാമ്മ വീട്ടിൽ നടക്കുന്ന അനർത്ഥങ്ങളെ കുറിച്ച് പ്രശ്നം വെപ്പിക്കുന്നത്. അപ്പോഴേക്കും പ്രശ്നപരിഹാരവും പ്രശ്നവും ജ്യോത്സ്യം പറയുന്നു. ഇക്കുറി ഇതിൽ കാണുന്നത് ഒരു ആത്മാവ്, മനസ്സ് തകർന്ന് വേദനയുള്ള ഒരു ആത്മാവ് സത്യാമ്മയുടെ വീടിന് ചുറ്റും നടക്കുന്നുണ്ട്. സംതൃപ്തരല്ലാത്ത ആ ആത്മാവിന്റെ സങ്കടമാണ് ഇതിനെല്ലാത്തിനും കാരണമെന്ന് പറഞ്ഞത് കേട്ട് സത്യഭാമ പെട്ടെന്ന് പത്മാവതി അമ്മ എന്ന് പറയുന്നു. അത് കേട്ടിരിക്കുന്ന വിഷ്ണുവും ശാലിനിയും ഞെട്ടലോടെ സത്യാമ്മയെ നോക്കുന്നു.